പേര് പറയാ? വൈഗ. വൈഗ എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? പറയൂ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മേളത്തെ ക്ലാസ്സിലാണോ പഠിക്കുന്നത്? ഓക്കെ. ഹാപ്പി ആണോ ഇവിടെ? ടീച്ചേഴ്സ് ഒക്കെ പാവാണോ? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ബെസ്റ്റ് ഫ്രണ്ട് ആരാ? സുഹാന. എവിടെ? എന്നിട്ട് മേളിലുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കുട്ടികൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. പക്ഷെ നമ്മൾ ഇവിടെ ഏറ്റവും സംസാരിക്കേണ്ട ഒരാൾ ഇവിടുത്തെ ഹെഡ് മിസ്ട്രസ് തന്നെയാണ്. ടീച്ചറോട് നമുക്ക് സംസാരിക്കാം. ടീച്ചർ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ മിടുക്കിയായിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഗേൾസ് സ്കൂളിലാവുമ്പോൾ നമുക്ക് എന്ത് കാര്യവും പറയാൻ ഒരു അമ്മയെ പോലെ അല്ലേ? അപ്പൊ ടീച്ചറോട് സംസാരിക്കാം. കുട്ടികളോട് ഞാൻ ഒപ്പത്തെ കുറിച്ച് ചോദിച്ചു. അവർക്കൊക്കെ ഭയങ്കര അഭിപ്രായം. ഞാൻ പറയായിരുന്നു നമ്മുടെ സ്കൂൾ ടൈമിലെ പല കാര്യങ്ങളും എനിക്ക് ഓർമ്മ വന്നു. എത്ര ബുദ്ധിമുട്ടിയാണ് നമ്മൾ പീരീഡ്സ് ടൈം ഒക്കെ കഴിച്ചു കൂട്ടിയത് അല്ലെ, ബെഞ്ചിൽ കിടന്നു ഒക്കെ. ടീച്ചർ ഈ പദ്ധതിയെ കുറിച്ച് ഇതിന്റെ ഇതിലേക്ക് വന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ട് പറയാമോ? ഈ പദ്ധതി നമ്മുടെ കാട്ടാക്കട മണ്ഡലത്തിന്റെ MLA ശ്രീ IB സതീഷ് അദ്ദേഹത്തിന്റെ ഒരു ഐഡിയയിലാണ് ഈ പദ്ധതി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തത്. അറിയാലോ, കാട്ടാക്കട മണ്ഡലത്തിൽ ഒപ്പം എന്നുള്ള പദ്ധതിയുണ്ട്. ഒപ്പം എന്ന് വെച്ചാൽ സ്ത്രീയും പുരുഷനും ഒപ്പം എന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു 2018 നമ്മുടെ സ്കൂളിൽ ഇങ്ങനെയുള്ള ഒരു റൂം സെറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ MLA ആണ് അതിന്റെ ഫണ്ടെല്ലാം വിനിയോഗിച്ചത്. അപ്പോൾ കുട്ടികൾക്കത് വളരെ സൗകര്യപ്രദമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പീരീഡ്സ് ഒക്കെ ആകുന്ന സമയത്ത് ഇപ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ മിക്കവാറും കുട്ടികൾക്കൊക്കെ അവരെ പീരീഡ്സിൻ്റെ സമയത്ത് അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. വയറുവേദന, തലവേദന അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവരെ വീടുകളിലേക്ക് നമുക്ക് സുരക്ഷിതമായിട്ട് പലപ്പോഴും എത്തിക്കാൻ കഴിയില്ല. പാരൻസ് ഒക്കെ ജോലിക്ക് പോകുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. കിടക്കാം, അങ്ങനെയൊക്കെ സൗകര്യം. അവരിൽ നിന്നൊക്കെ കേട്ടപ്പോ എനിക്ക് മനസ്സിലായി അവരുടെയൊക്കെ അച്ഛനും അമ്മയും പലരും ജോലിക്ക് പോകുന്നവരാണ്. അപ്പൊ അവര് ചിലപ്പോൾ ലീവ് എടുക്കേണ്ടി വരും. ഇവർക്ക് ഇതുപോലെ എന്തെങ്കിലും ഓഫീസിലൊക്കെ ആണെങ്കിൽ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാലും പെട്ടെന്നൊന്നും പാരന്റ്സിന് ചിലപ്പോൾ വരാൻ കഴിയത്തില്ല. അവർ വൈകുന്നേരം ഒക്കെ ആകും. അപ്പോൾ അവര് വളരെ പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇതെങ്ങനെയാണ് റെസ്പോൺസ്? ഭയങ്കര സന്തോഷമായി. പാരന്റ്സിന് സന്തോഷം തന്നെയാണ്. അപ്പൊ നമ്മൾ പറയും കുഴപ്പമില്ല, പതുക്കെ വന്നാൽ മതി, അവരിവിടെ ഒപ്പം റൂമിൽ കിടന്നോളും എന്ന് തന്നെയാണ് ഞങ്ങളും പറയുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് അവർക്ക് വളരെ പ്രശ്നമില്ല. അവരുടെ വീട്ടിലെ പോലുള്ള ഫീൽ തന്നെയാണ്. ശരിക്കും അവരെല്ലാരും ഷെയർ ചെയ്തു, നന്നായി സംസാരിക്കുകയും. ഞാൻ പറഞ്ഞു ഗേൾസ് സ്കൂളിനെക്കാട്ടി മിക്സഡ് സ്കൂളുകളിൽ ഇങ്ങനെ ഒരു റൂം ഉറപ്പായിട്ടും വേണം. തീർച്ചയായിട്ടും വേണം. മിക്സഡ് സ്കൂളുകളിലും വേണം. അത് ആൺകുട്ടികളും ഇത്തരം കാര്യങ്ങൾ അറിയണമല്ലോ. അതാണ് ഇന്നത്തെ സമൂഹത്തിൽ എനിക്ക് ഏറ്റവും അതായിട്ട് കുട്ടികളെ മനസ്സിലാക്കേണ്ടത് ആൺകുട്ടികൾ തന്നെയാണ്. പെൺകുട്ടികൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം അവരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ അവയർനെസിന്റെ കാര്യം പറഞ്ഞു ടീച്ചർ. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഗേൾസ് സ്കൂളാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു പുറത്തുനിന്ന് വന്നുള്ള ആളുകളൊക്കെ ക്ലാസ് എടുക്കുമെന്ന് പറഞ്ഞു പീരീഡ്സിനെ കുറിച്ചുള്ള. അതൊക്കെ എത്രമാത്രം നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ? ഇപ്പോൾ എങ്ങനെയാണ്? നമ്മളെപ്പോഴും അവർക്ക് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് ഇതേക്കുറിച്ച്. പിന്നെ പാഠഭാഗത്തിലും ഉണ്ടല്ലോ. ഇപ്പോൾ മുൻപ് ഞാനും ഒരു ബയോളജി ടീച്ചർ തന്നെയാണ്. അവർക്ക് ക്ലാസ്സുകളിൽ 8ാം ക്ലാസ്സിൻ്റെയും 9ാം ക്ലാസ്സിൻ്റെയും ബയോളജി പാഠപുസ്തകത്തിൽ ഇത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇതേക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്കൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അത് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പിന്നെ ഡോക്ടേഴ്സ് വന്ന് ക്ലാസ് എടുക്കാറുണ്ട്, കൗൺസിലറുണ്ട്. മുൻപൊക്കെ നമുക്കറിയാലോ, പീരീഡ്സ് ആണെങ്കിൽ കുട്ടികളാരും പുറത്ത് പറയാറില്ലായിരുന്നു അല്ലേ, മറച്ചു വയ്ക്കേണ്ട ഒരു കാര്യമായിരുന്നു. ഇപ്പം ഞങ്ങളുടെ കുട്ടികൾ അവരാരും അങ്ങനെയല്ല. പിന്നെ അവരോട് നമ്മളും അങ്ങനെ തന്നെ പറയുന്നത്. നമ്മളും വളരെ ഓപ്പണപ്പായിട്ട് തന്നെയാണ് അവരോട് സംസാരിക്കുന്നത്. എന്താ മോളെ പീരീഡ്സ് ആണോ, വയറുവേദന എന്ന് പറയുമ്പോഴേ നമ്മളും ചോദിക്കും എന്താ പീരീഡ്സ് ആണോ, ബുദ്ധിമുട്ടാണോ, എന്താണോ കാര്യങ്ങൾ ചോദിക്കും. അതുപോലെ നാപ്കിൻ ഇവിടെ ഉണ്ട്, അത് അവർ വന്ന് എടുക്കാറുണ്ട്. അതെ, ചെറുത് 5ാം ക്ലാസ്സിലൊക്കെ കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ട്. മെച്ചുറായ കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ചിലപ്പോൾ അത് റെഗുലർ അല്ലാത്തവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പാഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നാപ്കിന് നേഴ്സുകളുണ്ട്. ആഴ്ചയിൽ 3 ദിവസം നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നുള്ള നേഴ്സ് വരുന്നുണ്ട്. അവരുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ നോക്കും. ഹൈറ്റ്, വെയിറ്റ്, മറ്റ് കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട്. ബാക്കിയുള്ള സ്കൂളുകളിലെ ആളുകളോട് പറയാനുള്ള, അധികൃതരോട് പറയാനുള്ളതും കൂടെ തീർച്ചയായിട്ടും ഇത്തരം എല്ലാ സ്കൂളുകളിലും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു റൂം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് അല്ലേ. അവരും അത് തന്നെയാണ്. എല്ലാവരും നിന്ന് തലയാട്ടി അത് സമ്മതിക്കുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും ഇത് വേണം. അവരെ ക്ലാസ് റൂമുകളിൽ വളഞ്ഞു കുത്തിയിരിക്കുക, ബെഞ്ചുകളിൽ കിടക്കുക, അങ്ങനെയൊക്കെ ഉള്ള അതെല്ലാം മാറി, അവസ്ഥയൊക്കെ മാറി. എല്ലാ സ്കൂളുകളിലും ഇതുപോലുള്ള റൂമുകൾ ആവശ്യം തന്നെയാണ്. തീർച്ചയായിട്ടും സ്കൂളിലെ പഴയ ടീച്ചർ അധ്യാപകരും വിദ്യാർത്ഥികളുടെ ബന്ധത്തിൽ തന്നെ മാറ്റം വന്നു. അത്രയും ക്ലോസ് ആയി മാറുന്നു. നമുക്ക് മറ്റേ പണ്ടൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ പേടിയും ബഹുമാനവും ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു സൗഹൃദം കൂടി നിങ്ങളിലേക്ക് വന്നു എന്നുള്ളത് അവർ സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലായി. മറ്റൊരു പ്രത്യേകത പ്രേക്ഷകരോട് പറയാനുള്ള ഒരു ജിംനേഷ്യം അല്ലെ, ഒരു ജിം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനെ കുറിച്ച് കൂടി പറയും, നമുക്ക് അത് കാണിക്കാം. അത് നമ്മുടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം നമ്മുടെ ഡിവിഷന്റെ മെമ്പറും കൂടെയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലുള്ള സ്കൂളുകളിൽ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഇതുപോലുള്ള ഒരു ജിം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി റിയാസ് മന്ത്രിയാണ് അത് ഒന്ന് ഉദ്ഘാടനം ചെയ്തത്.
അതിന് ട്രെയിനറെ നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പെൺകുട്ടികൾക്ക് ഇപ്പോൾ ഒരു ഫിറ്റ്നസ് ഒക്കെ അവരെ സൂക്ഷിക്കുന്ന കാലഘട്ടമല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ അവിടെ വന്ന് ഈ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാനും അവരുടെ ഫിറ്റ്നസ് നിലനിർത്താനും ഒക്കെ തന്നെ അവർക്ക് സാധിക്കട്ടെ. ചെറിയ പ്രായത്തിൽ തന്നെ ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്ന കാലത്തൊന്നും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുന്നൊരു കാര്യമല്ല. പിന്നെ ഇപ്പൊ ജിമ്മിൽ പോകുക എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് ഒരുപാട് അടുത്തുണ്ട്, പക്ഷെ അതിന്റെ ഒരു സാമ്പത്തിക ചെലവ് ചിലപ്പോൾ ഞങ്ങളുടെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഒരു സർക്കാർ സ്കൂളാണ്, അവിടെ എല്ലാ വിഭാഗത്തിലുള്ള കുഞ്ഞുങ്ങളെ, എല്ലാ സാമ്പത്തിക അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ വരുന്നതാണ്. അപ്പൊ അവർക്ക് അതെ ട്രെയിനറുണ്ട്, അതെ ട്രെയിനറുണ്ട്. അപ്പം അതുപോലെ തന്നെ സ്പോർട്സിന് ഞങ്ങൾ എപ്പോഴും കുറേ നാളുകളായി നമ്മുടെ സബ് ജില്ലയിലും ജില്ലയിലും ഒക്കെ ജയിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഓവറോൾ ചാമ്പ്യൻസ് ആണ്. ഞങ്ങളുടെ പെൺകുട്ടികൾ മാത്രമാണെങ്കിലും അതെ നമ്മൾ പെൺകുട്ടികൾ മാത്രമാണെങ്കിലും ഓവറോൾ ചാമ്പ്യൻസ് ആണ്. അപ്പം ഞങ്ങൾക്ക് അവരുടെയും ഫിറ്റ്നസ് ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. വെക്കേഷൻ സമയത്തടക്കം നമ്മൾ ഈ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ സമയം ഒക്കെ തന്നെ ഇത് ഉപയോഗിക്കുന്നതിന് സാധിക്കുന്ന ഒരു വലിയ കാര്യമാണ്. ജിം വരുന്നതിന് നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ഇത്രയുള്ള എക്സൈറ്റ്മെന്റ്. ജിമ്മിൽ പോവാ, നമുക്കത് കാണാം. ഓക്കെ, അപ്പൊ ഇനി ജിമ്മിലേക്ക്. അപ്പൊ ഇതാണ് ഇവരുടെ ജിം. സ്കൂളിലാണ് നോക്കണേ ഒരു ജിം. അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് അവർ നിൽപ്പുണ്ട്. അപ്പൊ നോക്കൂ, ഇതൊരു സ്കൂളിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. ഇതാ ഇവരുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഇവിടെ ഉണ്ട്, രാഖി ടീച്ചർ. ടീച്ചറിനോട് നമുക്ക് സംസാരിക്കാം. ഇങ്ങനെ ഒരു ഗംഭീര ജിം നമ്മളെല്ലാവരും പല സമയത്തും ആഗ്രഹിക്കുന്നതാണല്ലോ. ജിമ്മിൽ പോകണം, വ്യായാമം ചെയ്യണം, വർക്കൗട്ടിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെയാണ് എന്റെ ടീച്ചറെ ഒരു സ്കൂളിലൊരു ജിം വന്നിരിക്കുന്നത് അല്ലേ? നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്താണ് ടീച്ചറെ പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്. കാരണം ഞങ്ങൾ പെൺപുലികളുള്ള ഒരു മികച്ചൊരു പള്ളിക്കൂടമാണ് മലയങ്കീഴ് എന്ന് പറയുന്നത്, ഗേൾസ്. അപ്പോൾ അവിടെ നമുക്ക് ജില്ലാ പഞ്ചായത്തിന്റെ വകയായിട്ട് നമുക്കൊരു മികച്ചൊരു വലിയൊരു, ശരിക്കും ഈ കുട്ടികൾ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആണ്. കാരണം ഇത്രയും വലിയ എക്യുപ്മെന്റ് കാണുന്നത് തന്നെ ഒരു മറ്റേ നമ്മൾ പൈസയൊക്കെ കൊടുത്ത് പുറത്തു പോയി ചെയ്യുന്നതിനേക്കാളും നമ്മുടെ സ്കൂളിൽ തന്നെ അവർക്ക് ചെയ്യാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് ഞങ്ങളുടെ കുട്ടികളുടേത്. നമ്മുടെ ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി പിന്നെ നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രനും കൂടി ഉദ്ഘാടനം ചെയ്തതാണ്. പിന്നെ ഒരു ട്രെയിനർ വന്ന് ഇതിന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ചെറിയൊരു കാലതാമസമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞങ്ങൾ സെറ്റ് ആക്കി. ഓക്കെ, നിങ്ങൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്ന ഈ ബ്ലാക്ക് ബോർഡ് കാണുമ്പോൾ മനസ്സിലാവും ഒരു ക്ലാസ് റൂമിൽ തന്നെ ജിമ്മാക്കി മാറ്റിയിരിക്കുകയാണ് അല്ലെ? അപ്പൊ അതിന്റെ ഒരു സൗന്ദര്യം കൂടി ഈ ജിമ്മിനുണ്ട്. അപ്പൊ നമുക്ക് അവരുടെ ചോദിക്കാം, അവരുടെ മുഖത്ത് തന്നെ ആ എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്തിനെ പേടിക്കണം, ഞാൻ ജിമ്മിനെ കുറിച്ച് മാത്രമേ ചോദിക്കുള്ളൂ എന്താ ആ ഒരു സന്തോഷം ഉണ്ടല്ലേ? ഭയങ്കര. പേര് പറയൂ. പവിത്ര. പവിത്ര എത്രാം ക്ലാസ്സിലാ? 8ൽ. അതിന് മുമ്പ് ടീച്ചറോട് ചോദിക്കട്ടെ, സ്പോർട്സിലൊക്കെ ഇവരെങ്ങനെയുണ്ട് ടീച്ചറെ? ഇവര് സ്പോർട്സിലെ ഞങ്ങള് ഈ വർഷം സബ് ജില്ലയിലെ ഓവറോൾ സെക്കൻഡ് ആണ്. പിന്നെ നമുക്ക് സ്റ്റേറ്റ് ഒരു പ്ലെയർ ഉണ്ട് ഹാൻഡ്ബോളില്, മിടിക്കാണ് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ഈ കാട്ടാക്കട സബ് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പള്ളിക്കൂടമാണ് സ്പോർട്സിനും പിന്നെ എഡ്യൂക്കേഷനും മൊത്തത്തിൽ.